Hello, Assalamualaikum. Welcome back. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു 3 kg വെയിറ്റ് വരുന്ന ഒരു വെഡ്ഡിംഗ് കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഏതൊക്കെ മോൾഡിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. അതുപോലെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഒരു 2 ടയർ ആയാലും 3 ടയർ ആയാലും അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് റെഡിയാക്കിയത്. സിമ്പിളായിട്ടുള്ളൊരു സ്പാച്ചുല ഡിസൈനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയ്ക്ക് പോകുന്ന മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ കേക്ക് ഉണ്ടാക്കുന്നൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. 3 kgയുടെ അളവിലുള്ള കേക്കാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് 9 ഇഞ്ചിൻ്റെ സൈസിലുള്ള ഒരു ബിരിയാണി പോട്ടിലും 2 6 ഇഞ്ചിൻ്റെ 2 മോൾഡിലും ആയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. ഒരുമിച്ച് ബാറ്റർ ഉണ്ടായി 3 kgയുടെ ബാറ്റർ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു 3 മോൾഡിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു 2 6 ഇഞ്ചും അതുപോലെ 9 ഇഞ്ചിൻ്റെ ഇതും ഞാൻ തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പം എല്ലാ കേക്കും ഞാൻ 3 ലെയേഴ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ മോൾഡിലുള്ളത് അപ്പോൾ ടോട്ടൽ 6 ലെയേഴ്സ് ഉണ്ടാവും. അത് നമുക്ക് ഒരു ടോൾ കേക്ക് രീതിയിൽ മേലത്തെ ടയറായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ എല്ലാ കേക്കും ഞാനിതുപോലെ ലേയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 6 ഇഞ്ചിൻ്റെ മുകളിലുള്ള കേക്കുകളുണ്ടല്ലോ അതാണ് ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ടയർ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും മുകളിലുള്ള കേക്ക് ആദ്യം ഐസിങ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അത് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടയറാക്കി വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും താഴെയുള്ള ആ ഒരു ലെയർ തന്നെ വെക്കുക. അതാവുമ്പോൾ നമുക്ക് എടുത്ത് വെക്കുമ്പോൾ പൊടിഞ്ഞു പോവില്ല. ആ ഒരു അടിഭാഗം ചെറിയൊരു ഹാർഡായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊടിഞ്ഞു പോവില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് വിപ്പിംഗ് ക്രീം 4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഈ ടോട്ടലായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു ബേസിൽ വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നമ്മൾ മേലെ വെക്കാനുള്ള ടയറാക്കി വെക്കാനുള്ള കേക്കിൽ ഏറ്റവും താഴത്തെ ലെയർ ഫസ്റ്റ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എടുത്ത് വെക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോവാതിരിക്കാൻ കേട്ടോ. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു താഴത്തെ ലെയറിലൊന്നും ഓവറായിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യരുത്. അപ്പോഴും നമ്മൾ കേക്ക് എടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകും കേട്ടോ. കേക്ക് അതിൽ നിന്ന് എടുക്കുന്ന സമയത്താണ് പ്രോബ്ലമൊക്കെ വരിക. അപ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കാനൊക്കെ ഓവറായിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഒരു കാര്യവും ശ്രദ്ധിക്കുക, അടിയിൽ ആ ലെയർ വെക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫ്ലേവറിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ ലെയറും ചെയ്തിട്ട് നമുക്ക് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നാക്കി സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നന്നാക്കി സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ടയറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒരു 6 ലെയേഴ്സ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 6ാമത്തെ ലെയറും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ടോട്ടലായിട്ട് നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോകണം. നന്നായിട്ട് തന്നെ സെറ്റ് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കേക്കും ഇതുപോലെ തന്നെ ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതും നന്നായിട്ടൊന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ക്രീം വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്താ പറയുക ചോക്ലേറ്റ് ചിപ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതും ക്രം കോട്ടിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലും പ്രത്യേകം ശ്രദ്ധിക്കണം, ഷുഗർ സിറപ്പ് കൂടി പോകരുത്. ഷുഗർ സിറപ്പൊക്കെ കൂടി പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ മേലത്തെ ടയർ വെക്കില്ല ഇതിൻ്റെ മേലെയായിട്ട്. അങ്ങനെ ടയർ വെക്കുന്ന സമയത്ത് ഈ ഒരു കേക്കിന് വിള്ളൽ വരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ. അപ്പോൾ അതിൽ വിള്ളൽ ഈ ഒരു കേക്കിൽ ഇങ്ങനെ വിണ്ട് ഇങ്ങനെ പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഷുഗർ സിറപ്പ് കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ അത് നമുക്ക് ഷുഗർ സിറപ്പ് കൂടിപ്പോയി പറഞ്ഞാൽ നോർമൽ രീതിയിൽ ആക്കി കൊടുത്താൽ മതി. നമ്മൾ ഒന്നുകൂടെ സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് ഒഴിക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം ഫൈനൽ ഫ്രോസ്റ്റിങ്ങും ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് സ്ട്രോക്ക് കുത്തി കൊടുക്കാനുണ്ട് മേലത്തെ കേക്കിന് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഇത് ഷാർപ്പ് എഡ്ജ് ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള ക്രീമിൽ ഞാൻ കുറച്ച് മാജിക് റെഡ് കളറും അതുപോലെ ബർഗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കളർ എടുക്കുന്നത്. ആ രണ്ടും കളർ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഉദ്ദേശിക്കുന്ന കളർ കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് അതാണ് ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ക്രീം നിങ്ങൾക്ക് കാണുമ്പോൾ ഏത് കളറാണെന്ന് മനസ്സിലായി. ഏകദേശം ഒരു റെഡും അല്ല, എന്നാൽ പിങ്കും അല്ല, എന്നാൽ മെറൂണും അല്ല, ആ ഒരു രീതിയിലൊരു കളറാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ബർഗണ്ടി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കേക്കിലേക്ക് ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിൽ നമുക്ക് ഷാർപ്പ് എഡ്ജ് തന്നെ ആയിക്കോളണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ഏതായാലും സ്പാച്ചുല ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ഷാർപ്പ് എഡ്ജ് ആവണം നിർബന്ധമൊന്നുമില്ല. മേൽഭാഗം മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും കളറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു സ്പാച്ചുല എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. അതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക, ഇങ്ങനെ പ്രസ് ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. ആ രീതിയിൽ വേണം ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി. നമുക്കിത് നേരെ കുത്തന്നെ സ്പാച്ചുല പിടിച്ചിട്ടും ചെയ്യാം. അപ്പം എനിക്കൊന്നുകൂടെ കംഫർട്ട് ഇതുപോലെ ചെരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് കിട്ടും. മേൽഭാഗത്തേക്ക് ആക്കേണ്ട ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നല്ല ഭംഗിയാണ് ഈ ഒരു ഡിസൈനിൽ. മേൽഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ മേൽഭാഗത്തേക്കും ആക്കാം. ഞാനിപ്പോൾ അവിടെ ചെയ്യണില്ല, അവിടെ ഫ്ലവറൊക്കെ വെക്കാനുള്ളതല്ലേ എന്ന് വെച്ചിട്ട് അവിടെ വെക്കുന്നില്ല. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഈ രീതിയിൽ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ആവാത്തുണ്ടെങ്കിൽ വീണ്ടും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുക, അവിടെ പ്രസ് ചെയ്യുക, വലിക്കുക, ആ രീതിയിൽ. പക്ഷേ നമ്മളിത് സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതിന് മുന്നേ തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കണം. ഇനി ഇതൊരു അരമണിക്കൂർ കൂടെ ഫ്രിഡ്ജിൽ സെറ്റാക്കിയതിന് ശേഷമായിട്ട് എടുക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഫോണ്ടൻറ്റിലൊന്ന് പേരെഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോണ്ടൻറ്റിൽ ബ്രഷിൽ കളറാക്കിയിട്ടാണ് കേട്ടോ ഫോണ്ടൻറ്റിൽ പേരെഴുതി ജെൽ കളറാക്കിയിട്ട് അങ്ങനെയാണ് പേരെഴുതി കൊടുക്കുന്നത്. അപ്പോൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേരെഴുതി കൊടുത്തിട്ട് അതതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിലാണിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഹാർട്ട്സും കൂടെ റെഡ് കളറിൽ കുറച്ച് ഹാർട്ട്സും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കാറ്റ് കൊള്ളിച്ചിട്ട് അതൊന്ന് ഉണക്കിയ ശേഷമാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഐസിങ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കേക്കിൽ ഇതുപോലത്തെ നമ്മുടെ പോപ്സിക്കിൻ്റെ ഒക്കെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതാണ് കുത്തി കൊടുക്കുന്നത്. സ്ട്രോ ആണെങ്കിൽ സ്ട്രോ കുത്തി കൊടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ വുഡൻ സ്റ്റിക്ക് കുത്തി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റിക്കാണ് കുത്തി കൊടുക്കുന്നത്. 4 ഭാഗത്തായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഒരു മേലത്തെ കേക്കിന് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ അളവിൽ കട്ട് ചെയ്തിട്ട് കുത്തി കൊടുത്താൽ മതി. എന്നിട്ട് 2 സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു നമ്മുടെ മേലെ വെക്കാനുള്ള ടയർ കേക്ക് അതിൻ്റെ മേലെ മെല്ലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പാച്ചിൽ ആദ്യം ഇങ്ങനെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത കറക്റ്റ് നമ്മൾ വിചാരിക്കുന്ന പൊസിഷനിലല്ല വെക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഒരു ഭാഗത്ത് കുറച്ചങ്ങ് കൊടുക്കുന്നുണ്ട് ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അങ്ങ് വലിച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ എന്തായാലും ചിലപ്പോൾ അവിടുന്ന് ക്രീം പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഈ കത്തി വലിക്കുന്ന സമയത്ത് അവിടെ ഒന്ന് കളർ സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നമുക്ക് ഫ്ലവറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് 2 കേക്കിനും കൂടി ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് മേലെ വലിയൊരു സ്റ്റിക്ക് വെച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ 2 കേക്കിന് കൂടെ ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. അതുപോലത്തെ വുഡൻ സ്റ്റിക്കോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നല്ല കട്ടിയുള്ള സ്ട്രോ ടൈപ്പിലുള്ള സ്റ്റിക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ ഫ്ലവറിൽ ഞാൻ ക്ലിങ് ഫിലിം ഇല്ലാത്തതുകൊണ്ട് മറ്റേ അലുമിനിയം ഫോയിൽ പേപ്പർ ഒന്ന് ചുറ്റിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കുടഞ്ഞതിന് ശേഷം വേണം നമുക്കിത് വെച്ച് കൊടുക്കുക. ഫ്ലവേഴ്സൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരുപാട് കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുണ്ടാകും. നമ്മൾ വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രഷ് ഫ്ലവർ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിന് തണ്ട് ഭാഗമൊക്കെ ഒന്ന് റാപ്പ് ചെയ്തിട്ടാണ് കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു 3 ഭാഗത്തായിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് വെക്കുന്നത്. മുകൾ ഭാഗത്തും ഈ ഒരു സൈഡിലും പിന്നെ ഈ കേക്കിൻ്റെ ഈ താഴത്തെ സൈഡിലുമാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ജിപ്സം ഫ്ലവറും വെക്കുന്നത്. ഇത് ഈ ഫ്ലവറൊക്കെ വെച്ചതിന് ശേഷം ജിപ്സം ഫ്ലവറും വെച്ച് കൊടുക്കുന്നുണ്ട്.
ജിപ്സം ഫ്ലവർ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാ ഫ്ലവറിൻ്റെയും ഇടയിലായിട്ട് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി മുകളിലായിട്ട് നമ്മൾ പേരെഴുതിയിട്ടുള്ള അതാ ഫോണ്ടൻറ്റിൻ്റെ പേരെഴുതിയിട്ടുള്ള അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഗോൾഡൻ കളറുള്ള ഗ്ലിറ്ററിങ് ഷുഗർ കുറച്ചൊന്ന് ആ ഒരു വൈറ്റ് പോർഷനിലും അതുപോലെ അതിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, കാണാനൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡിസൈനിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ടോപ്പർ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് പറഞ്ഞിട്ടുള്ള ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതോടുകൂടെ കേക്കിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേക്ക് ഡിസൈനാണിത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ആർക്കും ചെയ്തെടുക്കാം. അതുപോലെ 2 ടയർ കേക്ക് ഓർഡറൊക്കെ കിട്ടുമ്പോൾ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്